ഹായ് കൂട്ടുകാരെ, റേസി ഫാമിലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കേവ്സ് കണ്ടില്ലേ? ഈ വീഡിയോയിൽ നമുക്ക് ഇനി ഒരു വാട്ടർഫോൾസ് കണ്ടാലോ? ഈ വാട്ടർഫോൾസിന്റെ പേര് വാകാബ ഫോൾസ് എന്നാണ് കേട്ടോ. ഇത് ഒരു 170 തൊട്ട് 190 മീറ്റർ വരെ വലുതാണ് കേട്ടോ. അപ്പൊ ഇതൊരു യുണീക്ക് പ്ലേസ് ആണ്. അധികം അങ്ങനെ ആരും ഇങ്ങോട്ടേക്ക് വരാറില്ല. ഒരു ഹിഡൻ ജെം തന്നെയാണെന്ന് നമുക്ക് പറയാം. അപ്പം ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയാനൊന്നുമില്ല. ഇവിടെ ലോക്കൽ വിശ്വസിക്കുന്നത് പണ്ട് കാലത്ത് ഇവിടെ ഒരു 2 ഫെയറീസ് താമസിച്ചിരുന്ന ഒരു സ്ഥലമാണെന്ന് പറയാറുണ്ട്. അത് നമ്മളുടെ ഖാസി ലോക്കൽസ് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ നടക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 400 സ്റ്റെപ്സ് നമുക്ക് നടക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമ്മൾ ട്രെക്ക് ഉണ്ട് ഈ ഒരു ഫോൾസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും ചേട്ടനും കൂടെ അങ്ങനെ തത്തം കുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തായാലും ഇവിടേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർ ഒരു മൺസൂൺ സീസൺ ഒക്കെ ആകുമ്പോഴത്തേക്കിന് ജൂൺ ടു സെപ്റ്റംബർ ആ സമയം ആകുമ്പോഴേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു വൈറ്റ്നെസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു സ്ഥലം ചിറാപുഞ്ചിയിൽ നിന്നൊക്കെ ഒരു 7.5 കിലോമീറ്റർ ഒക്കെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ദൂരം. നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു രാവിലെ ഒരു 6 മണി മുതൽ രാത്രി ഒരു 5 മണി വരെ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. കാരണം അറിയാലോ, 6 മണിക്കൊക്കെ മുമ്പ് തന്നെ ഇവിടെ നമ്മുടെ സൂര്യൻ അണ്ണൻ എന്തായാലും വരും. സോ 5 മണി ആകുമ്പോഴത്തേനും അണ്ണൻ്റെ പാട് നോക്കി പോകും. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ നിങ്ങൾ വന്ന് കണ്ട് പോകണം. കാരണം താഴേക്ക് പോകുമ്പം കുറച്ച് എന്താ പറയുക, ആൾക്കാരുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു കയറി വരുന്നതാണ് നല്ലത്. പിന്നെന്താണ്, സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രായമായ ആളുകൾക്കൊന്നും അങ്ങനെ പോകാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമല്ല ഇത്. മേഘാലയയിൽ ഒരുപാട് ഫോൾസും കേവ്സും ഒക്കെ ഉണ്ട് കേട്ടോ. സോ ഇതൊരു തുടക്കം മാത്രമാണ് ഗൈസ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ് നമുക്ക് ആർവ കേവ്സിലേക്ക് പോകണം. പിന്നെ വേറെ കേവുകളുണ്ട്, വാട്ടർഫോൾസ് ഉണ്ട്. അപ്പം കുട്ടികളെ, നിങ്ങൾ വേഗം വീഡിയോ കയറി കാണുക. ഇഷ്ടമായവരൊക്കെ ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഗൈസ്, ഈ വഹാബ വാട്ടർഫോള് അത്ര ജെന്യൂനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കുറച്ച് മുന്നോട്ട് ഞാൻ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വയ്ക്കും. പേടിപ്പിക്കില്ല പ്ലീസ്. ഞാൻ തോന്നുന്നു ഇതിനേക്കാൾ കൂടുതലാണ്. ഈ വഹാബ വാട്ടർഫോൾസ് അത്ര സേഫായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. വഴികളോ ഒന്നും മാർക്ക് ചെയ്തില്ല. അവിടെ വരികയാണെങ്കിൽ ഓക്കെ ഫൈൻ. അല്ല അങ്ങാണെങ്കിൽ നടപടിയാവത്തില്ല. അത്രയും ദൂരം ട്രക്ക് ചെയ്യേണ്ട ഒരു കഴപ്പും എനിക്കില്ല, അത്ര ഒരു അഹങ്കാരവും എനിക്കില്ല. നോക്കാം. പക്ഷെ ആ ഒരു വാട്ടർഫോൾ നൈസാണ്. നിങ്ങൾ കാണുന്നുണ്ടോയോ? വേണ്ടേ, എന്ത് രസമല്ല അത്. നൂല് പോലെ ആ ഒഴുകി വരുന്ന ഇങ്ങനെ. മേഘാലയ എന്നും വാട്ടർഫോൾസിന് ഫേമസ് തന്നെയാണ്. എനിക്ക് രാമുവിൻ്റെ ഹെൽത്തിനെ കുറിച്ച് ഭയങ്കര കൺസേൺ ഉണ്ട്. എൻ്റെ ഹെൽത്തിനെ കുറിച്ചൊരു, കാരണം നമ്മുടെ ഹെൽത്തിനേക്കാൾ വലുതല്ല ഒരു കാഴ്ചകളോ ഒന്നും. ഇവിടെ എവിടെയാണോ? ഇവിടെ എവിടെ ഇതൊരു വാട്ടർ. ഓക്കെ, ഇവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. സീനില്ല കൈ, സീനില്ലാന്ന് തോന്നുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു 40-45 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. പിടിച്ചിറങ്ങിയാൽ മതി. അപ്പം നമ്മുടെ ചിറാപുഞ്ചിയിൽ നിന്ന് നമ്മുടെ ഷില്ലോങ് റൂട്ടിൽ ആ ചിറാപുഞ്ചിക്ക് ചുറ്റുവട്ടത്തുള്ള ഇപ്പം നമ്മളൊരു എന്താ പറയുക, കുറച്ച് മുന്നേ പോയല്ലോ ഗാർഡൻ ഓഫ് കേവ്സിൽ നിന്ന് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് അത്ര, അതിൻ്റെ മാത്രമേ ഉള്ളൂ. ഇത് വേറെ സീനൊന്നുള്ള സാധനം അല്ലാന്ന് തോന്നുന്നു. നമ്മൾ സ്ലിപ്പാവരെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒഴുകുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ വാട്ടർഫോളിൻ്റെ ബ്യൂട്ടീസ് നമ്മൾ കാണണമെങ്കിൽ നമ്മളെപ്പോഴും ഈ മൺസൂൺ സമയത്ത് വരണം. അതിൽ അപകടമുണ്ട്. കാരണം അപകടം എന്ന് വെച്ചാൽ നമുക്കത് ശരിക്കും ഇവിടെയൊക്കെ ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും ഈ കാണുന്ന വഴിയിലൊക്കെ. വേണ്ട, അത്രയ്ക്കുള്ള അഹങ്കാരം വേണ്ട. ഇതല്ല വാട്ടർഫോള്, ഇതല്ല കേട്ടോ. കാരണം പിന്നെ വഴി കാണിക്കുന്നുണ്ട്. ഒരുപാട് ദൂരം പോക്കൊന്നും നടക്കത്തില്ല. 10:53 നമ്മൾ 10:53 11 മണിക്ക് നമ്മൾ എവിടെ എത്തും? അതിന് മുന്നേ എത്തിയാലെത്തി, ഇല്ലെങ്കിൽ നമ്മളത് ബ്ലോക്ക് ചെയ്യും. ഒരു മിനിയേച്ചർ ഫാളാണ്. ഇതിൽ എന്താ കഥയെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ പ്രത്യേകിച്ച് സൈൻ ബോർഡുകളോ വേറൊന്നും ഇവിടെ കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. പക്ഷേ നേച്ചർ നിങ്ങൾ ബാക്കിലൊക്കെ കാണുന്നില്ല. ഞങ്ങൾ വന്ന വഴികൾ ഇത് അത്യാവശ്യം നല്ലതാണ്, നല്ല രസമുള്ളതാണ് കാഴ്ചകൾ. കുറച്ച് പോയി നോക്കാം. സ്റ്റെപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി അല്ലേ? സ്റ്റെപ്പില്ലാത്ത സ്ഥലങ്ങൾ അയാൾക്ക് ഈസിയാണ്. പക്ഷേ എവിടേക്കാണ് പോകുന്നത്? അത് അവിടെ മുകളിൽ ചോദിക്കേണ്ടതായിരുന്നു അവരോട്. എത്ര മിനിറ്റ് എടുക്കും, ഇത് എത്ര ദൂരെയാണെന്നൊക്കെ അത് ചോദിച്ചില്ല.
നമ്മുടെ മണ്ടത്തരം, നമ്മുടെ തെറ്റ്. ഇത്രയും സ്റ്റെപ്പ് തിരിച്ച് കയറാൻ പാടായിരിക്കും നിനക്ക്. പറയുന്ന കേൾക്കുകയാണോ? നീ ഇവിടെ നിൽക്കി, ഞാൻ പോയിട്ട് വരാം. ഓക്കെ ആണോ? ഇവിടെ ആരൊക്കെ നിൽപ്പുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. ആ ഓക്കെ, അവിടെ അതാണ് വ്യൂ പോയിന്റ്. ഇതാണ് വഹാബ ഫോൾസ്. ഇത് ചില്ലാണ്, കൂളാണ്. നമുക്ക് ഇത്രയും താഴേക്ക് പോകണം. അത്രയും വലിയൊരു വെള്ളച്ചാട്ടം, ഒരുപാട് വെള്ളച്ചാട്ടം കണ്ടു. അത്രയും താഴെ പോകേണ്ട ഒരു അഹങ്കാരവും നമുക്കില്ല. അവിടെ അടുത്ത് കിട്ടുന്നൊക്കെ നല്ല വ്യൂ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യം വരെ വന്നപ്പോൾ ഇത് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് അവിടുന്ന് പാറക്കെട്ടിൻ്റെ മേളിൽ നിന്ന് വന്ന് വീഴുന്നില്ല. അതിൻ്റെ ഒരു വൈൽഡ്നെസ്, ഒരു അഗ്രസീവ്നെസ് ഉണ്ട്. നിങ്ങൾ കാണുന്ന ഈ താഴെ കാണുന്ന അത്രയും ദൂരേക്ക് പോകേണ്ട, ഇവിടുന്ന് ഇത്രയും ദൂരെ പോകേണ്ട ഒരു അഹങ്കാരവും നമുക്കില്ല. അതിനൊക്കെ നല്ല വാട്ടർഫോൾ ഇത് ഏതാണെന്ന് തോന്നുന്നു. ആ നൂല് പോലും ഒഴുകുന്നത് സൂപ്പർ. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, മുകളിൽ നിന്നൊരു 10-15 മിനിറ്റോളം താഴേക്ക് നടക്കാം. എനിക്ക് താഴെ കൂടെ എത്തുമ്പോൾ 20 മിനിറ്റ് 25 മിനിറ്റ് വരെ നടക്കാൻ വരും. ഓൾമോസ്റ്റ് നമ്മുടെ ഹെൽത്തിനെ ഡിപ്പെൻഡ് മാറും. അങ്ങനെ ഒരു 10-20 മിനിറ്റ് 10-15 മിനിറ്റ് നടക്കാൻ വരും. തിരിച്ച് അതുപോലെ വരും. നമ്മൾ കാണുന്ന വാട്ടർഫോൾ ഇതാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ഇതാണ് നമ്മുടെ വഹാബ ഫോൾസ്. അതെ, നമ്മൾ താഴേക്ക് ഇറങ്ങി നമ്മൾ കുറച്ചുകൂടെ നമ്മളെ കഷ്ടപ്പെടുത്തുന്നില്ല. നമ്മൾ ഇവിടെ വെച്ച് ദൂരെ നിന്ന് കണ്ടിട്ട് തിരിച്ച് പോവുകയാണ് ഗൈസ്. പക്ഷേ ഈ കാഴ്ചയുള്ള കാഴ്ചകളാണ്. ഈ ഇവിടെ നിന്ന് പോകുന്ന വെള്ളച്ചാട്ടം അവിടെ വരെ തോന്നുന്നു കേട്ടോ. നമ്മൾ വഹാബ ഫോൾസിൻ്റെ എൻട്രൻസിലേക്ക്, സ്റ്റാർട്ടിങ് പോയിന്റിലേക്കാണ് പോകുന്നത്. താഴെ ഇറങ്ങി അത് കാണുന്നേക്കാൾ നല്ലത് നമുക്ക് ഇവിടെ ഇറങ്ങി ഇത് കാണാം. അമ്മോ അവിടെ നിന്ന് ഞാൻ പോയി ഫോട്ടോ എടുത്തിട്ടോ. ഇവിടെ നിന്നോ? ഇവിടെ നിന്നേ. എന്ത് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണെന്നറിയോ? ഞാൻ ആദ്യം ഒരുപാട് കുറ്റം പറഞ്ഞു. ഇത് ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. ഇവിടെ കിട്ടുന്ന ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാറ്റും ആ ഒരു സുഖമാണ് ഗൈസ്. അവിടെ നിൽക്കണേ, വരരുത്. വരുന്നോ? കാഴ്ചകൾ നോക്കി. അയാളവിടെ എന്തോ കണ്ടെത്തിയിട്ടുണ്ട്. എന്താ സംഭവം നോക്കണം. അങ്ങോട്ട് പോകരുത്. എവിടേക്കാ പോണേ? മതിയടാ പറഞ്ഞേ കേക്ക്. അയാൾ വലിഞ്ഞു കയറി ആ പാറയുടെ മണ്ടയ്ക്ക് കയറാൻ വേണ്ടി പോയി. അയാൾക്ക് പേടിയൊന്നുമില്ല. പക്ഷെ അയാളെ കുറിച്ച് ഓർത്ത് എനിക്ക് പേടിയാണ്. പക്ഷെ ആ വാട്ടർ നിങ്ങൾ കണ്ടോ, എന്ത് ക്രിസ്റ്റൽ ക്ലിയർ. അയ്യോ എനിക്ക് പേടിയാവും കൂടെ വന്നിട്ട്. ശരിക്കും എനിക്ക് പേടിയാവും. നിനക്കൊന്നും എനിക്ക് പറയാം. കണ്ടൂടോ എനിക്കിത്ര കാണാൻ പറ്റുന്നു. സോ അവിടെ നിന്നാണ് അത് ഇത്രയും വരുന്നത്. കാഴ്ചകൾ അതിമനോഹരമാണ്. പോടെ നൂറ് കാര്യം നീ നിലയ്ക്ക് കിട്ടും.
എൻ്റെ പൊന്നു കുടുംബക്കാരെ, ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. താഴോട്ട് പോയപ്പോൾ ഞാൻ തുള്ളി തുള്ളി ചാടി ചാടി പോയി. മേലോട്ട് കയറാൻ പറ്റണില്ല, കാല് വലിക്കണം. അയ്യോ. സോ അപ്പോൾ നമ്മുടെ വഹാബി ഫോൾസ് ഇവിടെ കഴിയുകയാണ്. വഹാബി ഫാൾസ് അല്ലെങ്കിൽ വഹാബി ഫോൾസ് വാട്ടവർ അതിവിടെ കഴിയുകയാണ്. അപ്പോൾ അറിയാലോ, ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം വിഷ്ണുവിൻ്റെ മാത്രം രാമു. ലേഡി പ്രൊഫസർ, ലേഡി ഫോട്ടോഗ്രാഫർ. അപ്പം ഈ വീഡിയോ കാണുന്ന പുതിയ കുടുംബക്കാർക്ക് കുടുംബത്തിലേക്ക് ജോയിൻ ചെയ്യുക. വെൽക്കം ടു ദ ഫാമിലി. അപ്പം ഇതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ നോർത്ത് ഈസ്റ്റ് ട്രാവൽ സീരീസ് തുടങ്ങിയിട്ടുള്ളതൊക്കെ എൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എൻ്റെ പൊന്നു കുടുംബക്കാരെ, ആവതുണ്ടായിട്ടല്ല ഈ സാഹസങ്ങളൊക്കെ കാണിക്കുന്നത്, ആഗ്രഹം കൊണ്ട് മാത്രമേ. അല്ലേ? അപ്പം ബൈ.